ഹായ് ഹലോ ഗായ്സ്, ഇതെങ്ങോട്ടാണ് പോണേന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി കാണും, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പോയിട്ടുള്ളവർക്കും അറിയാം. അതായത് കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാം കാണിക്കാമെന്ന് കരുതിയത്. അപ്പം എൻ്റെ സന്തോഷം ഞാനിങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോണ വഴികളെല്ലാം കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഫൈനലി കോവിലിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. ഇതാണ് കോവിലിൻ്റെ ഫ്രണ്ട് ആർച്ച്. അപ്പോൾ അവിടെ സൈഡിൽ നമ്മൾ വണ്ടി ഒതുക്കി വെച്ചിട്ട് നമ്മൾ ആ സൈഡ് വഴി വന്ന് കോവിൽ കയറി. അപ്പോൾ നമുക്കറിയത്തില്ല, ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കോവിൽ വരുന്നത്. എന്താ ചെയ്യണമെന്നൊക്കെ നമ്മൾ അവിടെ നിന്നവരെടുത്ത് ചോദിച്ചപ്പം ഒരു മണി വാങ്ങി, നമ്മൾ കൗണ്ടർ പേരൊക്കെ പറഞ്ഞ് മണി വാങ്ങി നമ്മൾ കോവിലിനകത്ത് കൊടുത്ത് അത് പൂജിച്ച് നമ്മളെ കൈ തരും. നമ്മൾ ആ പൂജിച്ച് തരുന്ന മണിയുണ്ടല്ലോ, അവിടെ വന്ന് ഈ ആൽമരത്തിലോട്ടിൽ 7 പ്രാവശ്യം വലം വെച്ച് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം സാധിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 7 പ്രാവശ്യം വലം വെച്ച് വേണം പ്രാർത്ഥിച്ച് നമ്മൾ ആ മണി അതിൽ ഈ ആൽമരത്തിലോട്ടിൽ എവിടെയെങ്കിലും കെട്ടണം. അങ്ങനെ കെട്ടുമ്പോഴാണ് നമ്മൾ ആഗ്രഹം നടക്കുമ്പം മറ്റേ അവിടെ നിന്നവരൊക്കെ പൊങ്കാല ഇടുന്നുണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ അവർ പറഞ്ഞതാണ് 7 പ്രാവശ്യം വലം വെച്ച് നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ അവിടെ വന്ന് പൊങ്കാല ഇടണം. പിന്നെ എനിക്ക് ഈ ശിലകളിലൊക്കെ തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ വിഗ്രഹങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെ തൊട്ട് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൽ തൊട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ സന്തോഷത്തിൽ അവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കഞ്ഞി കുടിക്കാനൊക്കെ പോകുന്നു. പിന്നെ ഞാനും കൂടെ പോയി കഞ്ഞി കുടിക്കാനായിട്ട് പോയി. പിന്നെ കഞ്ഞി പെരയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു മാവൻ പറഞ്ഞ് അവിടെ പോയി പ്ലേറ്റ് എടുത്തുകൊണ്ട് വരണമെന്ന്. അങ്ങനെ ഞാൻ പോയി പ്ലേറ്റ് എടുത്ത്, ഈ ചൂടുവെള്ളത്തിലാണ് പ്ലേറ്റ് കഴുകിയിട്ടേക്കണം. നമ്മളത് പോയി എടുത്ത് കഞ്ഞി വാങ്ങി, നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മളിട്ട് കുടിക്കണം. നല്ല ചൂടുള്ള കഞ്ഞിയായിരുന്നു, പക്ഷേ അച്ചാറൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് നടന്ന് അവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത്. അപ്പോഴാ ആൾക്കാർ കുറച്ച് അവിടെ നിന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവിടെ ബീച്ചിലോട്ട് പോകണുണ്ടായിരുന്നു. അപ്പം ഞാനും കരുതി എനിക്കൊന്ന് പോകണമെന്ന്. അങ്ങനെ ഞാനും അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സൈഡിലൊരു വഴിയുണ്ട്, ആ വഴി കൂടെ ഇറങ്ങി ബീച്ചിലോട്ട് പോകാം. അവിടെ ബാക്കിൽ 2-3 വഴിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഈ വേറൊരു സൈഡിൽ കൂടെ ഉള്ള ഒരു മാമി പോകണമുണ്ട്. മാമി പോയപ്പോഴത്തേക്ക് ആ വഴി കൂടെയാണ് പോയത്. ഒരു കടയൊക്കെ ഉണ്ട്, ആ സൈഡിൽ കൂടെ ഇറങ്ങി വന്ന് ആ ബീച്ചിൽ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ പണ്ട് ഇവിടെ വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് നടന്നത്. അങ്ങനെ വന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്, അതായത് അമ്മയുള്ള സമയത്ത്, അമ്മയില്ലല്ലോ. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ നല്ല വെയിലായിരുന്നു. അപ്പോൾ അവിടെ മീനൊക്കെ ഇങ്ങനെ സൈഡിൽ കുഞ്ഞു മീനുകളൊക്കെ അങ്ങനെ ഓടുന്നുണ്ട്. അതൊക്കെ നോക്കി നിന്നിട്ട് ഞാനും കരുതി ഇനി തിരിച്ചു പോകാമെന്ന്. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടുത്തെ കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഉച്ച സമയത്ത് അവർ പിന്നെ അടച്ചിട്ട് വൈകിട്ട് ആളൊക്കെ വരുന്ന ടൈമിലേ തുറക്കുള്ളൂ. അങ്ങനെ ഞാൻ ബോട്ട് കാണാനായിട്ട് വന്നു. കാരണം ഈ അക്കരയും നിക്കരയിലും ബോട്ടിലാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് പോകാമെന്ന് കരുതി അത് വന്ന് കാണാനായിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു മണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ മണിയൊക്കെ പിടിച്ചടിച്ച് നോക്കിയപ്പോഴത്തേക്കും സൈഡിലാണ് ആ ബോട്ട് ഇട്ടേക്കണം. ഇനി വൈകിട്ട് നേരത്ത് ആൾ വരുമല്ലോ, ആ ടൈമിൽ മാത്രം ബോട്ട് എടുക്കും. അതാണ് ബോട്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലൊരു വള്ളത്തിൽ കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകണുണ്ട്, അതെപ്പോഴും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കിക്കൊണ്ടൊക്കെ നിന്നിട്ട് ഞങ്ങളും തിരിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. ഞങ്ങൾ വരുന്ന റോഡാണ്, അങ്ങോട്ട് പോയ റോഡൊക്കെയാണ്. ഞങ്ങൾ അതുവഴി തിരിച്ച് ഞങ്ങളും വന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.